മണ്ണന്തലയിലെ സഹോദരിയെ സഹോദരൻ കുത്തിക്കൊന്നു എന്ന വാർത്ത വരുന്നു. സഹോദരി ഷഹീന മണ്ണന്തലയിലെ ഒരു വീട് വാടകയ്ക്കെടുത്ത് സഹോദരനൊപ്പം താമസമാണ്. സഹോദരൻ നല്ല മദ്യപാനിയാണ്. ഷംസാദ് ഒരു കൂട്ടുകാരനുണ്ട്, വൈശാഖ്. ഇയാളുടെ മദ്യപാനവും ഡ്രഗ്സ് അടിപ്പും എല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹോദരി മണ്ണന്തല ഒരു വീട് വാടകയ്ക്ക് ഇയാളെ ചികിത്സിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി വീട്ടിൽ വന്ന് ഈ വാടക വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. സഹോദരി ഭർത്താവുമായിട്ട് ചെറിയ പിണക്കമുണ്ട്. അയാൾ ശാസ്താംകോട്ടയിൽ ഷഹീനയുടെ കുട്ടികളുമായിട്ട് താമസമാണ്. ഒരു 5-6 മാസമായിട്ട് ഈ ഷഹീന ഈ വാടക വീട്ടിലാണ്, സഹോദരൻ്റെ ഒപ്പമാണ്. ഇവർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സഹോദരനെ നന്നാക്കാനായിട്ട് വന്ന് കിടക്കുകയാണ് സഹോദരി. അതേസമയത്ത് സഹോദരി പല ആൺ സുഹൃത്തുക്കളുമായിട്ട് ചാറ്റ് ചെയ്യുന്നതൊക്കെ കണ്ട് തർക്കം ഉണ്ടായെന്നും പറയുന്നു. എന്തായാലും മാതാപിതാക്കൾ ഇന്നലെ വൈകിട്ട് ആ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ മകള് ഷഹീന അവിടെ രക്തം ഒലിപ്പിച്ച് വീട്ടിൽ കിടക്കുന്നു. ഇവരുടൻ തന്നെ മൊബൈലെടുത്ത് മാതാവും പിതാവും കൂടെ ചേർന്ന് ഷഫീഖ് എന്ന മുഹമ്മദ് ഷഫീഖും ഭാര്യ സെലീനെ, അവരുടെ മക്കളാണ് ഷഹീനയും ഷംസാദും. കുട്ടിയുടെ ഈ അവസ്ഥ കണ്ടിട്ട് അവർ ഫോണെടുത്ത് മൊബൈലിൽ കൂടെ ഒരു ആംബുലൻസ് വരുത്താൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. അപ്പോൾ ആ മൊബൈല് മകൻ തട്ടിപ്പറിച്ചു. ഇവർ രണ്ടുപേരും പേടിച്ച് അവിടുന്ന് ഓടി അയൽവക്കത്തെ വീട്ടിൽ ചെന്നിട്ട് അവർ ആംബുലൻസ് വിളിച്ചു. തൊട്ടുപുറകെ പോലീസിനെ വിവരം അറിയിച്ചു. ആംബുലൻസ് വരുമ്പോൾ പോലീസ് എത്തി. ഏതായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു. അപ്പം രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുകയാണ്. ഈ ഒരു സംഭവത്തിൽ മാതാപിതാക്കൾ ഭയങ്കര ഭയപ്പെട്ടു. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. പോലീസ് വരുമ്പോഴും ഈ സഹോദരൻ ഷംസാദും അയാളൊരു കൂട്ടുകാരൻ വൈശാഖും തൊട്ടടുത്ത മുറിയിൽ നിന്ന് മദ്യപിച്ച് കോണ് തെറ്റി കിടക്കുകയാണ്. അവരെ രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആ സമയത്ത് വൈശാഖ് പറയുന്നത് താൻ അവിടെ ഉച്ചയോടെ വന്നു. അന്നേരം സഹോദരി ഇവിടെ കിടപ്പുണ്ട് രക്തത്തിൽ കുളിച്ച്. ഈ സംഭവം എപ്പോഴും ഉണ്ടായെന്ന് അയാൾക്കറിയില്ല, എന്ത് സംഭവിച്ചെന്നും അയാൾക്കറിയില്ല. അയാൾ നല്ല മദ്യപാനിയാണ്. ഇതിവിടെ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം വൈശാഖിനെ തൻ്റെ സുഹൃത്തിനെ വിളിച്ചു വരുത്തി രണ്ടുപേരും കള്ളു കുടിച്ച് അമിത മദ്യപാനത്തിൽ ഒരു അടുത്ത മുറിയിൽ. പോലീസിന് സംശയം ഇത് അന്ന് രാവിലെ മരിച്ചതല്ല, ഒരു ദിവസം മുമ്പ് മരിച്ചതായിട്ട് സംശയിക്കുന്നുണ്ട്. ആ രക്തം ഒലിപ്പിച്ച് മകളവിടെ കിടക്കുന്ന കണ്ട് ഭീതിയോടെ ഇറങ്ങി ഓടിയ മാതാപിതാക്കളും അവർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്താ സംഭവിച്ചെന്ന് അവർക്ക് വ്യക്തതയില്ല. മുഹമ്മദ് ഷഫീഖിൻ്റെ മൊഴി വാർത്തിട്ടായിരിക്കണം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മകനും മകളുമാണ്. മകൾക്ക് എന്ത് സംഭവിച്ചെന്ന് പോസ്റ്റ്മോർട്ടത്തിലേ അറിയാനൊക്കെ ഉള്ളൂ. മരിച്ചത് എപ്പോഴാണെന്നും അറിയില്ല. കാരണം മരണം കുറച്ച് നേരത്തെ നടന്നിരിക്കുന്നതായിട്ടാണ് വൈശാഖിൻ്റെ മൊഴിയിൽ. അയാൾ വരുമ്പോൾ സഹോദരിക്ക് ജീവനില്ല. എന്തിനാണ് വിളിച്ചു വരുത്തിയെന്നറിയില്ല. ഇയാൾ വിളിച്ചു, വന്നപ്പം മദ്യം കൊടുത്തു. രണ്ടും കൂടെ അടുത്ത മുറിയിലിരുന്ന് മദ്യപിക്കുന്ന രംഗം തന്നെയാണ് പോലീസ് കണ്ടത്. ഈ ഒരു സംഭവം മണ്ണന്തലയിലെ ഉള്ള ജനങ്ങൾ ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാവോ? അടുത്ത് താമസിക്കുന്ന കാര്യത്തെപ്പറ്റി മണ്ണന്തല പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പരിസരത്തെ CCTV ദൃശ്യങ്ങൾ മുഴുവൻ നോക്കുന്നുണ്ട്. എപ്പോഴാണ് സഹോദരിയെ കൊന്നതെന്നുള്ള വിവരം അറിവില്ല പോലീസിന്. ആ കൂട്ടുകാരൻ വൈശാഖനും പറയാനൊക്കില്ല. അയാൾ വരുമ്പം രക്തമൊലിപ്പിച്ച് സഹോദരി അവിടെ കിടക്കുന്നതാണ് കണ്ടത്. അയാൾ ഉച്ചയ്ക്കേ വന്നുള്ളൂ. രാവിലെ മുതലേ അങ്ങനെയാണ് എന്ന് പറയുന്നു. വൈശാഖനെ വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് വ്യക്തതയില്ല. പക്ഷേ ഇത് മറവ് ചെയ്യാനുള്ള ശ്രമമായിരിക്കുമെന്ന് കരുതപ്പെടുന്നു. കാരണം ഇയാളുടെ സഹായമില്ലാതെ ഇതെവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറ്റില്ല, ഒറ്റയ്ക്ക് നടക്കില്ല. അതിന് കാറ് വേണം. എന്തായാലും സഹോദരനും സഹോദരി എന്തിനാണ് ഈ വഴക്കുണ്ടാക്കി സഹോദരൻ കൊന്നതെന്ന് അതിൻ്റെ മോട്ടീവ് എന്താണെന്ന് ഇതുവരെ വ്യക്തമല്ല. പോസ്റ്റ്മോർട്ടം കഴിയുമ്പം ഏകദേശം അറിയാം കുറേയൊക്കെ. എങ്കിലും വൈശാഖന് ഇതേപ്പറ്റി കൂടുതൽ വിവരം അറിയില്ല എന്ന് തന്നെയാണ്
വരുമ്പം സഹോദരി രക്തം ഒലിപ്പിച്ച് തന്നെ കിടക്കുന്ന കാഴ്ചയാണ് അയാൾ കാണുന്നത്. ജീവനുണ്ടോ ഇല്ലയോ എന്ന് അയാൾക്കറിയില്ല. എപ്പോഴാണ് ഈ സംഭവം നടന്നത്, എന്ത് കാര്യത്തിനാണ് നടന്നതെന്നൊക്കെ ഇനി വെളിയിൽ വരേണ്ടിയിരിക്കുന്നു. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിൻ്റെ വിവരങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ ഇനി ഇതിനെപ്പറ്റി കൂടുതൽ നമുക്ക് എന്ത് സംഭവിച്ചു, എന്താണ് ഉണ്ടായത് എന്നുള്ള കാര്യം, വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ, ആരെങ്കിലും ഈ സ്ഥലത്ത് വന്നിരുന്നോ, ഈ ഷംസാദിൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും വന്നോ, ഇത് അന്ന് പകലാണോ ഉണ്ടായത് രാത്രിയിലാണോ ഉണ്ടായത്, അങ്ങനെയുള്ള വിവരങ്ങൾ ധാരാളം ഇനി വെളിയിലോട്ട് വരാനുണ്ട്. അവരെല്ലാം നോർമലായി അവരുടെ മദ്യപാന ആസക്തി കുറഞ്ഞ് നോർമലായി കഴിഞ്ഞ് ചോദ്യം ചെയ്ത് മാത്രമേ കൂടുതൽ വിവരങ്ങൾ പോലീസിന് അറിയാൻ കഴിയുള്ളൂ. അണിയൂരിലുള്ള ഒരു അടിപിടി കേസിനകത്ത് ഷംസാദ് പ്രതിയാണ്. പോലീസ് അയാളെ അന്വേഷിച്ച് നടക്കുകയാണ്. അയാളെ ഒളിവിലായിട്ട് കഴിഞ്ഞ 2-3 ആഴ്ചയായി മണ്ണന്തലയുള്ള ഈ ഫ്ലാറ്റിൽ വന്ന് താമസമാണ്. കൂടെ സഹോദരിയുണ്ട്. ഒളിവിലാണ് ഈ പ്രതി. ഈ സംഭവത്തോടനുബന്ധിച്ച് കേസെടുത്തിട്ടുണ്ട്. പോലീസ് പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള അടിപിടിയിൽ ഇയാളും അതിൻ്റെ അകത്ത് പ്രതിയാണ്. ഇയാൾക്കിപ്പോൾ 44 വയസ്സുണ്ട്. സഹോദരിക്ക് ഷഹീനയ്ക്ക് 31 വയസ്സുണ്ട്. കഴിഞ്ഞ ദിവസം സഹോദരി ചില ആൾക്കാരെ അവർ ഫോൺ ചെയ്യാറുണ്ട്. ഒരാളുമായി നിരന്തരം ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ വാക്കുതർക്കമുണ്ടായി. അങ്ങനെ സഹോദരിയെ ഇയാൾ അടിച്ചു. ആ അടി പല രീതിയിലും അടിച്ചു കൊല്ലുകയായിരുന്നു എന്നാണ് വരുന്നത്. അങ്ങനെയാണ് അടിയേറ്റ് അബോധാവസ്ഥയിൽ അവർ കട്ടിലിനടിയിൽ വീണ് കിടന്നു. മാതാപിതാക്കൾ ഈ സംഭവ സ്ഥലത്ത് വന്നപ്പം മകൾ കട്ടിലിനടിയിൽ അടിയേറ്റ് കിടക്കുന്ന കണ്ടു. അവർ നിലവിളിച്ചുകൊണ്ട് ഓടി. അങ്ങനെയാണ് ഈ വിവരം പുറത്തറിയുന്നത്. അടുത്ത മുറിയിലിരുന്ന് ആ ഷംസാദും പുള്ളിയുടെ സഹോദരൻ, പുള്ളിയുടെ സുഹൃത്ത് വൈശാഖും ഇരുന്ന് മദ്യപിച്ച ജയിലിൽ കാണുകയും ചെയ്തു. മുഹമ്മദ് ഷഫീഖ് എന്ന പിതാവും സെലീന എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ സംഭവം കൊണ്ട് അന്താളിച്ച് ഇറങ്ങി ഓടുകയായിരുന്നു. ഏതായാലും ഇയാളെ ഇതിനു മുമ്പുള്ള ചെയ്തികളെപ്പറ്റിയൊക്കെ കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്ന പോലീസ് അവിടെ ഡോസ് കോഡിനെ വിളിച്ചു വരുത്തി. അവിടെ ഫിംഗർ പ്രിൻ്റ് വിരലടയാള വിദഗ്ധരും എത്തി. മറ്റാരെങ്കിലും ഇതിൻ്റെ പിന്നിലുണ്ടോ? ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ പറയുന്നത് സഹോദരി ആൺസുഹൃത്തുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സഹോദരിയുടെ വിവാഹ പ്രശ്നം ഗുരുതരമാണ്, അല്ലെങ്കിൽ തൻ്റെ ഭർത്താവുമായിട്ടുള്ള പ്രശ്നം കുടുംബവഴക്കിലേക്ക് പോയി. ഭർത്താവ് ശാസ്താംകോട്ടയിൽ തൻ്റെ മക്കളുമായിട്ട് പോയി. അത് അവിടെ താമസമാണ്, ഭാര്യയായിട്ട് ബന്ധമില്ല. ആ ഒരു വിഷയത്തിൽ തന്നെ സഹോദരി ഈ ഭർത്താവിനെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ കുട്ടികളെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് ഇവൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ കാര്യം ഇവൾ ചില ആൾക്കാരുമായിട്ട് സൊള്ളുന്നത് തന്നെയാണ് എന്നാണ് സഹോദരൻ കരുതിയത്. അതേപ്പറ്റി തമ്മിൽ സംസാരിച്ച് ചോദ്യം ചെയ്തു, വഴക്കായി. അങ്ങനെ അടിച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന, അബോധാവസ്ഥയിൽ കിടന്ന, അത് ശനിയാഴ്ചയാണ്. അങ്ങനെ വൈകിട്ട് ഒരു 5:15 മണിക്കാണ് മാതാപിതാക്കൾ അവിടെ എത്തിയപ്പോൾ ഇത് കാണുന്നത്. അപ്പോൾ ജീവനുണ്ടായിരുന്നു. പിന്നീട് ഹോസ്പിറ്റലിൽ ചെന്നപ്പം മരണമടഞ്ഞു. അതിക്രൂരമായിട്ട് അടിച്ചു കൊല്ലുകയായിരുന്നു എന്ന് പോലീസ് പറയുന്നതിൻ്റെ കാരണം അങ്ങനെ തന്നെ. പരുക്ക് ആ രീതിയിലാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് അത്ര ബ്രൂട്ടലായിട്ടുള്ള പരുക്കുകൾ എപ്പിച്ചെന്ന് നമുക്ക് അന്നേരം മനസ്സിലാവുള്ളൂ. എന്തായാലും സഹോദരനും സഹോദരിയാണ് ഇതിനകത്തെ കഥാപാത്രങ്ങൾ. സഹോദരിയെ തല്ലിക്കൊല്ലുകയായിരുന്നു എന്നാണ്. സഹോദരനെ 44 വയസ്സും ക്രിമിനൽ സ്വഭാവമുള്ള ആളാണ്, മദ്യപാനിയാണ്, ഡ്രഗ്സ് അടിക്കുന്നയാളാണ്. അപ്പോൾ അയാളുടെ ഈ ഫ്ലാറ്റിലൊന്ന് താമസം തുടങ്ങിയിട്ട് ഏകദേശം 3 ആഴ്ച. കഴിഞ്ഞ മാസം 14 അല്ലെങ്കിൽ ഈ മാസം തന്നെ 2 ആഴ്ച ആയിട്ടുള്ളൂ. 14-ാം തീയതി വന്നിരിക്കുന്നു അവിടെ. ഫ്ലാറ്റിലാകുമ്പം കുറച്ച് സുരക്ഷിതം ഉണ്ടാവും. രണ്ടാമതും ആരും അറിയില്ല, മാന്യന്മാരാണ് താമസിക്കുന്നതെന്ന് വിചാരിച്ചോളും. ഇയാളെ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്യാതിരുന്നോളൂ എന്ന് കരുതിയിട്ടാണ് ഇവിടെ ഒരു ഫ്ലാറ്റിൽ വാടകയ്ക്കെടുത്ത് സുഖമായിട്ട് ഇവർ താമസിച്ചത്. അവിടെ ഇപ്പോൾ ഒരു കൊലപാതകം ആ ഫ്ലാറ്റിൽ തന്നെ ഉണ്ടായി എന്നുള്ളതാണ്. അത് സഹോദരിയെ ചോദ്യം ചെയ്ത് സഹോദരൻ അങ്ങനെയാണ് അടിപിടിയിലെത്തി. അത് ക്രൂരമായ മർദ്ദനത്തിൽ വന്ന് സഹോദരി കൊല്ലപ്പെട്ടു എന്നാണ് വരുന്നത്. ഈ 15-ാം തീയതി അല്ലെങ്കിൽ 14-ാം തീയതി 14/6 ഈ ഫ്ലാറ്റ് വാടകയ്ക്ക് എടുക്കുന്നത് തന്നെ. ശനിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് തന്നെ. വന്ന അധികം ദിവസം ആയില്ല. അതിനു മുമ്പ് സഹോദരനും സഹോദരനും തമ്മിൽ
അടിപിടിയിലായി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും ആ സഹോദരിയെ കൊന്നത് ഏതെങ്കിലും ആയുധം ഉപയോഗിച്ചിട്ടാണോ, ഏതെങ്കിലും കമ്പൗണ്ട് അടിച്ചടിച്ച് കൊന്നതാണോ, ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് കിട്ടിയെങ്കിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ നമ്മൾ മനസ്സിലാവുള്ളൂ. ഏതായാലും രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. സുഹൃത്തിനെയും വൈശാഖനെയും കൂടെ അറസ്റ്റ് ചെയ്ത് രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കി. രണ്ടുപേരെയും ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്.